കഴിച്ചോളൂ. നമ്മളടുത്ത് ഇന്ന് പറയുമ്പോൾ ശങ്കരമംഗലം ശിവക്ഷേത്രം അവിടെയാണ് ഇപ്പൊ ഞാനിരിക്കുന്നത്. ഭയങ്കര റിസ്ക് ആട്ടെ, കാരണം ഒരു ഉത്സവ സീസണാണ്. അപ്പൊ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആന, പൊടി. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാലശ്ശേരി ചെറിയേരിക്കാവ് അമ്പലമുള്ളത്. അവിടുത്തെ അയ്യപ്പൻ വിളക്ക് എഴുന്നള്ളിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരാൻ തന്നെ കാരണം. അപ്പൊ ചെറുതായിട്ട് അമ്പലത്തിന്റെ കാര്യം പറയണ്ട, ആത്മീയതയാണല്ലോ നമ്മൾ കൂടുതൽ സംസാരിക്കുന്ന വിഷയം. സംസാരിച്ചാലേട്ടാ. പക്ഷെ കൂടുതലായിട്ട് നമുക്ക് വീട്ടിലിരുന്ന റൂമിലിരുന്ന് ഇങ്ങനെ പറയുന്ന ആ ഒരു പ്രതീതിയിൽ ഇവിടെ പറയാൻ പറ്റില്ല. എന്നാലും ഇവിടെ നിന്ന് വന്ന തോട്ട്സുകൾ പറയും. ഒരു കഥയാണ്. അതായത് എന്തെങ്കിലും പറയാൻ നിൽക്കുമ്പോഴേക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജഗപൊക. പക്ഷെ ഇവിടെ ഇരുന്ന് പറയാനായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ പറഞ്ഞാലോ എന്ന് ആലോചിക്കണം. നമ്മൾ വീട്ടിലൊരു മുറിയിലിരുന്ന് സംസാരിക്കുന്നത് നല്ല രസമാണ്, അത് അവിടെ ഒരു പ്രത്യേക വൈബാണ്. പക്ഷെ അമ്പലത്തിലിരുന്ന് സംസാരിക്കാൻ തന്നെ കുറച്ച് പണിയാണ്. നമുക്ക് ആനയുടെ കാര്യം പറയണോ ആമയുടെ കാര്യം പറയണോ? ഈ ബാക്കിലുള്ള വിളക്കുണ്ട്, ആ വിളക്കിന്റെ അടിയിലായിട്ട് ആമയുടെ രൂപം കൊത്തിച്ചിട്ടുണ്ട്. ഒരുവിധ അമ്പലങ്ങളിലും ഉണ്ടാവും. അപ്പൊ അതിനെന്തോ ഒരു അർത്ഥം ഉണ്ടല്ലോ. പിന്നെ അമ്പലങ്ങളിൽ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് ആന്തരികമായ അർത്ഥങ്ങൾ ഉണ്ട്, ആത്മീയമായ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാൽ, ആമയുടെ മുകളിലുള്ള ദീപസ്തംഭം ചിത്രങ്ങളാണ്. അമ്പലങ്ങളിലെ മുഴുവൻ ചിത്രങ്ങളും
വിചിത്രമായ പല പല കാര്യങ്ങളും നമ്മളോട് പറയാനായിട്ട് നമുക്ക് ചില ചിത്രങ്ങളിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. ബ്രഹ്മകുമാരീസിലും മുഴുവൻ ചിത്രങ്ങൾ ആ ബാക്കിൽ കണ്ടോ, ശിവശങ്കരൻ്റെ ഒരു ചിത്രം കണ്ടോ, പക്കാ യോഗം, യോഗത്തിലിരിക്കുന്ന ഒരു മഹാതപസ്വി. പിന്നെ ഹനുമാനത, ശങ്കരനും പാർവതിയത, അങ്ങനെ നിരവധി ചിത്രങ്ങൾക്ക് നിരവധി അർത്ഥങ്ങൾ. അപ്പൊ ഈ ചിത്രത്തിന്റെ അർത്ഥങ്ങൾ എന്തായിരുന്നു? ആമ, അതിന്റെ മേലെ ദീപസ്തംഭം. ആമം എന്നൊരു പാവം ജീവിയാണ്, സസ്യബുക്കാണ്. 150 വർഷത്തോളം ജീവിതം എടുക്കും. രണ്ട് പുറന്തോടും അതേപോലെ അടിത്തോടും ഭയങ്കര കട്ടി. പക്ഷെ അതിന്റെ ഇറച്ചിക്ക് വേണ്ടിയിട്ടും അതിനെ വേട്ടയാടുന്ന ചില ജീവികളുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് അതിന്റെ തോടിന്റെ ഉള്ളിലേക്ക് 5 തലയടക്കം 5 ഇന്ദ്രിയങ്ങളും അകത്തേക്ക് വലിക്കും. പിന്നെ അതിനെ പിടിക്കൽ കുറച്ച് റിസ്ക്കാണ്. എന്നിട്ട് അതിനെ ഉപദ്രവിക്കുന്നവരുണ്ട്. അന്ന് ഏറ്റവും റിസ്ക്കും ജീവിച്ചു പോകാൻ ഏറ്റവും റിസ്ക്കുള്ള ഒരേ ഒരു ജീവി ചുറ്റും പറഞ്ഞാലും മനുഷ്യനാണ്. ബാക്കി ഏത് ജീവിക്കും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിരോധ മാർഗം ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന് ഇത്രയും പ്രതിരോധം കുറവാണ്. മനുഷ്യന്റെ ഏറ്റവും പ്രതിരോധ ശക്തി എന്ന് പറഞ്ഞാൽ തന്നെ ആത്മീയത. ബാക്കി ഒരു ജീവിക്കില്ലാത്ത അത്രയും പ്രതിരോധ ശക്തി മനുഷ്യന് ഈ ഒരു ഇതിലൂടെ മാത്രമാണ്. അത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ മനുഷ്യന്റെ പുറന്തോട് വളരെയധികം ശക്തിശാലിയാവുള്ളൂ. അതിലൂടെ മാത്രമേ മനുഷ്യന് ഗുണങ്ങളും കൈവരിക്കാൻ പറ്റും. അതിന്റെ ഒരൊറ്റ ബേസിൽ മാത്രമാണ് മനുഷ്യന്റെ ആയുസ്സിന് വർദ്ധിക്കുന്നത്. അല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കടന്നലിന്റെ കുത്തി, ഒരു തേനീച്ചയുടെ കുത്തി, ഒന്നും വേണ്ട, ഒരു ചെറിയ വൈറസ് കൊണ്ട് തീരുന്ന കേസുള്ള നമ്മളെ ജീവിതം. വെറും ഒരു ചെറിയ വൈറസ് കണ്ണുകൊണ്ട് കാണാനും കൂടെ പറ്റേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ അനുഭവിച്ചതല്ലേ കൊറോണയുടെ ആക്രമണത്തിൽ, ആ ഒരു വൈറസിന്റെ ആക്രമണത്തിൽ എത്ര മനുഷ്യർ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി. ഇനി ബാക്കി ഓരോ ജീവികളും നോക്കും, ഓരോ ജീവികളുടെ ആക്രമണം. അപ്പൊ അതൊരു പൂച്ച മാന്തിയിട്ട് ഒരാള് പോയി, വളർത്തുപൂച്ചയാണ്, പക്ഷെ ആ പൂച്ച മാന്തിയോട് കൂടിയിട്ട് ആളുടെ മാന്തന്റെ രീതിയിൽ പൂച്ച മാന്തി. അപ്പൊ എന്തുണ്ടായി? നല്ല ബ്ലഡ് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി. വലിയൊരു മുതലാളി പുറത്തുണ്ടായ സംഭവം ആള് ശരീരം വിട്ടു. ഓരോ ജീവികളുടെയും ചെറിയ ചെറിയ ആക്രമണം നമുക്ക് താങ്ങില്ല. നമ്മൾ മനുഷ്യർ വളരെ വീക്കാണ്, പല കാര്യങ്ങളിലും വീക്കാണ്. എല്ലാം വളരെ 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 സെൻസിറ്റീവാണ് മൊത്തം. പക്ഷെ ആത്മീയമായ പവർ അതില്ലാതെ മനുഷ്യന് ഒരു വിധത്തിലും കവർ ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാനേ പറ്റില്ല. ഈ ആത്മീയമായ പവർ എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് ഉപയോഗിച്ച് സാഹചര്യങ്ങളെ നേരിടുക. അങ്ങനെ തന്നെ മനുഷ്യന് ഓരോ സെക്കൻഡും മുന്നോട്ട് നീങ്ങാൻ പറ്റും. അതിന്റെ കുറേ അർത്ഥങ്ങൾ നമുക്ക് പല പല അമ്പലങ്ങളിൽ നിന്ന് കിട്ടും. ഹിന്ദു മതമാണോ ആദ്യം, മുസ്ലിം മതമാണോ ആദ്യം, ക്രിസ്ത്യൻ മതമാണോ ആദ്യം എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പൊ തൽക്കാലം നമ്മൾ ഹിന്ദു മതത്തിലൂടെ പറയുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിലിപ്പോൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇസ്ലാമോ ക്രിസ്ത്യനോ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം എൻ്റെ നെഞ്ചത്തേക്ക് ഏറിയ കണ്ട് ഞാൻ പറയട്ടെ.
ചെറിയരിക്കാവ് അമ്പലത്തിനെ പറ്റി പറയാൻ കൂടുതലായിട്ട് പഠിച്ചു വരേണ്ടി വരും. തറവാട്ടമ്പലാണ്. ഗംഭീര ഉത്സവമാണ്. പക്ഷെ നാട്ടുകാരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഇത് അതുപോലെ ഞാൻ ശങ്കരമംഗലം ക്ഷേത്രത്തിനെ പറ്റി പറഞ്ഞു, ഇതിന്റെ തൊട്ടടുത്ത്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിന്ന് കുറച്ചും കൂടെ ഡീപ്പായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കണം. പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് കടുത്ത് പോണില്ല. എന്തായാലും അമ്പലം വർഷങ്ങൾ പഴക്കമുണ്ട്. തറവാട്ടമ്പലാണ്. പിന്നെ നാട്ടുകാർ നന്നായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. എൻ്റെ ചെറുപ്പകാലത്തിലൊന്നും ഞാൻ അധികമൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഇതിനായിട്ട് വലിയൊരു കണക്ഷൻ ഇല്ല. വന്നിട്ടുണ്ട്, വളരെ അപൂർവമായിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്ന് മാത്രം. ശബ്ദം എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. അവിടെ അത്യാവശ്യം മൈക്ക് കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ശബ്ദം ഗംഭീരമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കിട്ടുമെന്ന് അറിയില്ല. അവിടെ പിന്നെ ബാക്കിയൊക്കെ റൂമിൽ എന്ന് പറയാം. ഇവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ അയ്യപ്പൻ വിളക്ക് എന്ന് പറയുമ്പോൾ ഇതുണ്ട്, ഒരു അമ്പലത്തിനോട് ചേർന്ന് ശബരിമലയുടെ ഒരു ചെറിയൊരു വാഴ കൊണ്ടും ഒട്ടേറെ അലങ്കാരം കൊണ്ടും തയ്യാറാക്കിയിട്ടുള്ള അമ്പലത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശബരിമല ആചാരങ്ങളുടെ ഒട്ടേറെ വൈവിധ്യങ്ങളായ പരിപാടികൾ അരങ്ങേറുന്ന ഒരു പ്രോഗ്രാമാണ്. ഒട്ടേറെ കാര്യങ്ങൾ കിട്ടാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശരിക്കും നടത്തുന്നത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് ഹിന്ദുവിൽ തന്നെ നായർ, ബ്രാഹ്മണര്, തീയര്, അങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങളായിട്ടുള്ള ജാതികളുണ്ട്. അതിലേറ്റവും താഴ്ന്ന ജാതി, ഏറ്റവും താഴ്ന്ന ജാതി എന്നല്ല, ഉള്ളതിൽ കുറച്ച് കുറഞ്ഞ ജാതിക്കാർക്ക് ചെയ്യാൻ പെർമിഷനുള്ള ഒരു പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ വിളക്ക് എന്ന് പറഞ്ഞത്. അതായത് പൂണിലിടാത്ത കൂട്ടർ, അങ്ങനെ ഇപ്പം ഞാൻ പറയുന്നത് പൂണിലിടാത്ത കൂട്ടർ. അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൂജയിൽ തന്നെ 2 ഐറ്റം പൂജകളുണ്ട്. 2 അല്ല 5 ഐറ്റം പൂജകൾ അങ്ങനെയാണ് കണ്ടുവരുന്നത്. പൂജകളിൽ തന്നെ ഒരുപാട് തരം പൂജകളുണ്ട്. അതിപ്പോൾ നമ്മൾ അറിയുന്നത് തന്നെ 5 തരമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയതിൽ 2 ഐറ്റം പറയുകയാണെങ്കിൽ താന്ത്രികം, ഒരു കൗളം. താന്ത്രികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരുടെ പൂജ. കൗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരല്ല, അബ്രാഹ്മണർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറേ ഉണ്ട്, പറയാൻ ഒരുപാടുണ്ട്. നമ്മൾ അത്ര ഉള്ളിലേക്ക് പോകുന്നില്ല. അത് അത്രയും ഉള്ളിലേക്ക് ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയധികം അതിനെ പറ്റിയിട്ട് ഗവേഷണം നടത്തണം. വേണ്ട. ഈ ജ്ഞാനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലേക്ക് കുറേ പോവുകയാണെങ്കിൽ പറഞ്ഞാലും തീരുന്നില്ല. 5000 വർഷത്തെ കഥ എന്ന് പറഞ്ഞാലും അതുകൊണ്ട് തീരുന്നില്ല. 84 ജന്മം, 5000 വർഷം, 9 ലക്ഷത്തിൽ നിന്ന് സ്റ്റാർട്ടിങ്, 33 കോടി പേര്, 2500 വർഷത്തെ സ്വർഗത്തിൽ അഭിനയിക്കുന്നു. ഇതൊക്കെ പറഞ്ഞാലും തീരുന്നില്ല. പക്ഷെ നമ്മൾ ഒരുപാട് അങ്ങോട്ട് പോകണ്ട. സിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബാബ പറഞ്ഞു തന്നെ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു അർത്ഥം പറയുകയാണെങ്കിൽ അപ്പം തിന്നാൽ മതി, കുഴിയ നന്നായി. എന്നാലും നമ്മൾ കുറേശ്ശെ പറഞ്ഞുതരാം, കുറേശ്ശെ നമുക്കറിയുന്ന വിധത്തിൽ. അതിന് കൂടുതലായിട്ട് ഡെഫിനേഷൻ പറയാൻ ഒരുപാട് പേരുണ്ടാവും, യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. അത് കൂടുതൽ അറിയണമെങ്കിൽ ആ രീതിയിലേക്ക് സെർച്ച് ചെയ്യുക. ഞാനൊരു കാരണവും ഒരു സംഭവം തന്നെ ഞാനൊന്നും മുഴുവിപ്പിക്കുന്നില്ല. അത്രേ ആവശ്യമുള്ളൂ, എനിക്കത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ അത്രേ സംസാരിക്കുള്ളൂ.
കുന്നോളം മോഹങ്ങളും അടങ്ങാത്ത ആവേശവും നിറച്ച നാട്ടുരാജാവ്, നവലോക സുന്ദര ഛത്രാധിപതി, വൈകുണ്ഠേശ്വര പ്രിയ സൂര്യ തേജസ്, കതിർവില്ലാകൻ, സാക്ഷാൽ പാമ്പാടി രാജന് ശ്രീ ചെറിയേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിലേക്ക് സ്വാഗതം. സ്വാമി ശരണമയ്യപ്പ. ഭഗവാൻ അയ്യപ്പന്റെ പൊൻകിടപ്പേറ്റ രണ്ടാമതും അവനെത്തിയിരിക്കുന്നു. അതെ, ഗജരാജ ലക്ഷണ പെരുമാൾ പാമ്പാടി രാജൻ, കൂടെ വനം കൂട്ടായി മച്ചാത്തെ വലിയ തമ്പുരാൻ മച്ചാത്ത് ജയറാം. ഇടം കൂട്ടും നിസാരക്കാരനല്ല, തെക്ക് നിന്നും വന്ന് പൂരണകരി അടക്കി വാഴുന്നവൻ, യുവരാജാവ്, തൊട്ടേക്കാട്ട് വിനായകൻ. സ്വാമിയേ ശരണമയ്യപ്പ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് രണ്ട് സൈഡിലേക്ക് മാറി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ചെണ്ടമേളം വരുന്ന സ്ഥലത്തുള്ള മുന്നിലുള്ള ആളുകളൊന്ന് സൈഡിലേക്ക് മാറിക്കൊടുക്കണം. കാലവട്ടവും വെഞ്ചാമരവും ഒരുക്കിയിരിക്കുന്നു. രാഹുൽ അരിയന്നൂർ അവർക്ക് കാവലായി കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ എലിഫന്റ് സ്ക്വാഡും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മഹോത്സവം ധന്യമാക്കുവാൻ ഏവരെയും ദുർഗാപുരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. അതെ, ആരെന്നും എന്തെന്നും അറിയാൻ കാത്തുകാത്തിട്ട് മഹോത്സവത്തിലേക്ക് സ്വാഗതം. ദുർഗാപുരിയിലേക്ക് സ്വാഗതം. സ്വാമിയേ ശരണമയ്യപ്പ.